നമ്മളിതാ തൃശ്ശൂരിൻ്റെ അതിമനോഹരമായ ഭൂപ്രകൃതിയിൽ അതിമനോഹരമായ സ്ഥാനാർത്ഥിക്കൊപ്പം അല്ലേ? നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും കേരളം മുഴുവൻ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അവിടുത്തെ സ്റ്റാർ കാൻഡിഡേറ്റ് VS സുനിൽകുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം സുനിലേട്ടാ. ശരത്തേട്ടാ, ഞാൻ മൈക്ക് അങ്ങോട്ട് തരാം ആദ്യം. ഞാൻ കഴിഞ്ഞൊരു 1.5 മാസം മുന്നേ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ നമ്മളെ PT കുഞ്ഞുമുഹമ്മദ് സാറിൻ്റെ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഞാൻ സുനിലേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ സെൽഫിലെടുത്ത് വരുമ്പോൾ ഞാൻ സുനിലേട്ടൻ ഞാൻ ഒരു വരവ് കൂടി വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് തൃശ്ശൂർ? ആ വരവ് ഈ വരവാണ്, ഇതിനാണ് ഉദ്ദേശിച്ചല്ലേ? ശരി. അല്ല, അന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇല്ലില്ല, പക്ഷെ ഞങ്ങൾക്ക് പറയാലോ. എങ്ങനെയുണ്ട് തൃശ്ശൂർ നമ്മൾ വളരെ നന്നായി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംഘടനാ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ മണ്ഡലം കൺവെൻഷനെല്ലാം വളരെ ഗംഭീരമായ രീതിയിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ മേഖലാ കമ്മിറ്റികളുടെ രൂപീകരണം ഇപ്പോൾ 16-17 അത് പൂർത്തീകരിക്കപ്പെടും. 20-ന് മുമ്പായിട്ട് നമ്മുടെ എല്ലാ ബൂത്ത് കമ്മിറ്റികളും സജീവമായി കൺവെൻഷനുകൾക്ക് ശേഷം നിലവിൽ വരും. അപ്പോൾ ബേസിക്കലായിട്ടുള്ള സംഘടനാ ഒരുക്കങ്ങളെല്ലാം LDFൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി എന്ന നിലയിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ മണ്ഡലത്തിലാണ്. ഇപ്പോൾ നമ്മൾ മണലൂർ മണ്ഡലത്തെ ഏനമാവ് ബണ്ട് എന്ന് പറയുന്ന തൃശ്ശൂർ കോൾലാൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ കടലിലേക്ക് വെള്ളമൊഴുക്കി പോകുന്ന ഏനമാവ് ബണ്ടാണത്. അതിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ മണലൂർ മണ്ഡലത്തിൽ 2ാം ഘട്ട പര്യടന പരിപാടിയാണ്. ചില മണ്ഡലങ്ങളിൽ 3 ഘട്ടങ്ങളിൽ പര്യടനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ വ്യക്തികളെ കാണുക, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ പോവുക, പിന്നെ മറ്റ് ആരാധനാലയങ്ങൾ. ഇപ്പോൾ ഈ പൂരങ്ങളൊക്കെ നടക്കുന്ന കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എല്ലാ പൂരങ്ങളിലും പരിപാടികളിലും ഒക്കെ അവർ ക്ഷണിക്കുന്നുണ്ട്. പിന്നെ പള്ളികളിൽ പരിപാടികളുണ്ട്, അപ്പോൾ അതിൽ പോകുന്നുണ്ട്. അങ്ങനെ വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഇന്നിപ്പോൾ ഇവിടെ ഒരു 10-38 കേന്ദ്രങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 4 മണി വരെ നമ്മൾ സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് വെൽ അറേഞ്ച്ഡായിട്ടുള്ള എല്ലാ സ്ഥലത്തും ഓഫീസുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. വളരെ നല്ല പ്രവർത്തനം. ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പുറത്തെ പ്രവർത്തനങ്ങളും മോശമില്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് യാതൊരു തരത്തിൽ ആത്മവിശ്വാസക്കുറവില്ല, നമ്മൾ ജയിക്കും. അല്ല, എന്തൊക്കെ ഘടകങ്ങളാണ് ഈ കടുത്ത മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ എന്തൊക്കെ ഘടകങ്ങളാണ് LDFനെ പിന്തുണക്കുന്നത്? ഏത് കടുത്ത മത്സരം എന്നൊക്കെ പറയുന്നതിൽ ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തുള്ള മത്സരം തന്നെ ഇവിടെയും സത്യത്തിൽ നടക്കുന്നുള്ളൂ. പിന്നെ കടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് എന്ന് ചോദിച്ചാൽ 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പല ചർച്ചകളും ജനങ്ങൾക്കുള്ള ഉയർന്ന നല്ല കാര്യമാണത്. അല്ല, കാരണം ഇലക്ഷൻ്റെ ഒരു മൂഡിലേക്ക് മറ്റോടത്തേക്കാൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അപ്പോൾ ആ മത്സരത്തിൽ നമുക്ക് പല ഘടകങ്ങളുണ്ട്. കാരണം 2019 സ്ഥിതിയല്ല 2021 വന്നപ്പോൾ. അത് നമുക്കിവിടെ ഒരു ഇടതുപക്ഷത്തിന് ശക്തമായ ഒരു പിന്തുണ അടിത്തറയുള്ള സ്ഥലമാണ്. നമ്മുടെ 7 MLA-മാരും നമുക്ക് LDF MLA-മാരുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ ഒക്കെ നമ്മളായിട്ട് നമ്മുടെ മുന്നണിയുടെ MLA-മാരാണ്. അല്ല, പിന്നെ അധികാര സ്ഥാനങ്ങളെല്ലാം നമ്മളിരിക്കുന്ന രീതിയിലേക്കുള്ള ജനപിന്തുണ നമുക്കുണ്ട്. അതിനെ എന്തെങ്കിലും തരത്തിൽ ഒരു ചലഞ്ച് ചെയ്യാവുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉയർന്നു വന്നിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ എടുക്കുന്ന കോൺഗ്രസ്സൊക്കെ എടുക്കുന്ന സ്റ്റാൻഡും BJP എടുക്കുന്ന സ്റ്റാൻഡെല്ലാം ഇവിടുത്തെ മതേതര വിശ്വാസികൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്, നമ്മൾ ഈ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ സംബന്ധിച്ചെല്ലാം നമ്മൾ പങ്കുവയ്ക്കുന്ന ആശങ്കകൾ ജനങ്ങൾ അത് മനസ്സിലാക്കാനും അവരെ ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാനൊക്കെ ഒരു വലിയ ഘടകമായിട്ടത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇത്തവണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനപ്രതിനിധികൾ കേരളത്തിൽ നിന്ന് കൂടുതൽ പോകണം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 2019 അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. കാരണം ഇടതുപക്ഷത്തോട് വിരോധമൊന്നുമല്ല, പക്ഷേ കോൺഗ്രസ് അവിടെ വരട്ടെ, അവരൊറ്റകക്ഷി ആവട്ടെ എന്നുള്ള ചിന്താഗതി ഈ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് ജയിച്ചു പോയ MP-മാരുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ കോൺഗ്രസ്സൊക്കെ എടുക്കുന്ന ചാഞ്ചാടുന്ന സമീപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇനി രക്ഷയില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇനി നമുക്ക് വളരെ ശക്തമായ നിലയിൽ നിലപാട് സ്വീകരിച്ച് പോയേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി പിന്നെ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് പറയുന്നത്. ഒരു തൻ്റേടാണ്. തൻ്റേടെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ തൻ്റേടാണ്. അത് ആ തൻ്റേടം കാണിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നുള്ളത് ഇവിടുത്തെ മതേതര വിശ്വാസികളായ ജനങ്ങൾക്ക് നല്ല ഉറച്ച ബോധ്യമുണ്ടെന്നുള്ളതാണ്
എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലയിലേക്ക് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കും. ഇപ്പോൾ ഒരു ദിവസം ശരാശരി എന്തുമാത്രം വോട്ടർമാരെ കാണുന്നുണ്ടോ? ഇപ്പോൾ പള്ളികൾ, അതുപോലെ ഉത്സവ കേന്ദ്രങ്ങൾ, അതുപോലെ ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിൻ്റെ കരിനിലം, ഏറ്റവും പ്രധാനപ്പെട്ട കോൾനിലങ്ങളാണ്. കോൾനിലങ്ങൾ അവിടെ മുൻ കൃഷിമന്ത്രിയാണ് നമ്മൾക്കൊപ്പം ഉള്ളത്. അപ്പോൾ കർഷകരും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ ഒരു പൗരാവലി ആകെ കണ്ടുകൊണ്ട് പോവുകയാണല്ലോ. ഒരു ദിവസം ശരാശരി എന്തുമാത്രം വോട്ടർമാരെ കാണും? അവരുടെയൊക്കെ അവരിൽ നിന്ന് കിട്ടുന്നൊരു തിരിച്ചു കിട്ടുന്നൊരു ഫീഡ്ബാക്ക്. നമ്മൾ ജനങ്ങളെ കാണുന്തോറും ഊർജ്ജം വർദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഇലക്ഷൻ കാലത്ത് നമ്മൾ എത്രമാത്രം വോട്ടർമാരെ കാണാൻ പറ്റും, അത് നമുക്ക് ഏത് സമയത്തും എപ്പോഴും എവിടെയും നമ്മൾ വോട്ടർമാരെ കാണാൻ നമുക്ക് പോകാം. പിന്നെ ഇവിടെ ഞാൻ മത്സരിച്ച് ജയിച്ച 2 മണ്ഡലങ്ങളുണ്ട്. ഈ തൃശ്ശൂരും പഴയ ചേർപ്പിൻ്റെ ഭാഗമായിട്ട് നാട്ടിക മണ്ഡലം എൻ്റെ സ്വന്തം നാടാണ്. നാട്ടിക ഞാൻ ഇതുവരെ 3 തവണ മത്സരിച്ച് ജയിച്ചെങ്കിലും പലയിടത്തായിരുന്നെങ്കിൽ എൻ്റെ നാട്ടിൽ ഒരു പ്രതിനിധിയായിട്ട് മത്സരിക്കാൻ എനിക്ക് അവസരം ലോക്സഭയിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള നാട്ടിക മണ്ഡലം ഈ പ്രദേശത്താണ്. മുമ്പ് നിയമസഭയിലേക്ക് പോയത് കയ്പമംഗലത്ത് നിന്ന് പോയി. അല്ലല്ല, ഞാൻ തൃശ്ശൂരിൽ നിന്ന് ചേർപ്പെന്നും. അതിപ്പോൾ ഈ മണ്ഡലത്തിലാണ്. പഴയ നാട്ടികയാണ്, അല്ല ചേർപ്പാണ് ഇപ്പോഴും നാട്ടിക എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ പഴയ ചേർപ്പിൻ്റെ ഒരു ഭാഗം പുതുക്കാട് മണ്ഡലത്തിലെ വല്ലച്ചിറ പഞ്ചായത്ത് ഞാൻ മത്സരിച്ച ഒരു പഞ്ചായത്താണ്. അതുപോലെ ഉല്ലൂർ മണ്ഡലത്തിലെ ഈ കുറുക്കഞ്ചേരി, കണിമംഗലം പ്രദേശങ്ങളെല്ലാം ഞാൻ പണ്ട് മത്സരിച്ച സ്ഥലങ്ങളിൽപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ വോട്ടർമാരെ കാണാനും വളരെ പരിചയത്തോടു കൂടി അവരെ എത്തി പോകാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിൽ പറയുന്നത് കോൾ ലാൻഡ്സിൽ ഇപ്പം നിൽക്കുന്ന കോൾ ലാൻഡ്സിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് ഈ കോൾ വികസനമായിട്ട് ബന്ധപ്പെട്ട് 298 കോടിയുടെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ പ്രവർത്തനം നടത്തിയത്. അത് ഇവിടുത്തെ കോൾ ലാൻഡ്സിലെ വലിയ വികസനത്തിൽ അവിടുത്തെ എല്ലാ പെട്ടിപ്പറ എന്ന് പറയുന്ന പരമ്പരാഗത ഡീവാട്ടറിങ് പമ്പിങ് സംവിധാനങ്ങളെല്ലാം മാറ്റി ഏറ്റവും ആധുനികമായിട്ടുള്ള സബ്മേഴ്സിൽ പമ്പ് സെറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഈ വെള്ളം പോകാനുള്ള നമ്മുടെ കനാലുകൾ ഡീസിൽട്ട് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ ബെഡ് ലെവലിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയ അടക്കമുള്ള അവർക്ക് സ്ലൂയിസുകൾ, ബണ്ട് റോഡുകളെല്ലാം നിർത്തി ഇതിന് തന്നെ സ്ഥിര സംവിധാനം എന്ന നിലയിൽ ഉള്ള ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഷട്ടറിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി 38 കോടി അനുവദിച്ചെല്ലാം ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അതിൻ്റെ പ്രവർത്തനം ഇപ്പോഴും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതെല്ലാം അന്ന് അനുവദിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ മണ്ഡലത്തിലാണ്, ഇന്ന് ഇവിടുത്തെ മണ്ണൂർ മണ്ഡലത്തിലാണ്. മാക്സിമം കർഷകരെയും അതുപോലെയുള്ള ആളുകളെയും കാണുക എന്നുള്ളതാണ്.